ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയും ഒരു എരിശ്ശേരിയാണ്. എരിശ്ശേരി കണ്ട് നിങ്ങൾ ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് എരിശ്ശേരി എന്ന് പറയുന്നത്. അത് ഏത് വെജിറ്റബിൾ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കിയാലും നമ്മൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എരിശ്ശേരി റെസിപ്പീസ് ചെയ്യുന്നത്. നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള എരിശ്ശേരിയാണ്. ഇപ്പോൾ നമ്മുടെ കൂർക്കയുടെ സീസൺ അല്ലേ, അപ്പോൾ കൂർക്കയുടെ സീസൺ ആയപ്പോൾ കൂർക്ക ഉപയോഗിച്ച് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് സീസണലായിട്ട് അവൈലബിൾ ആകുന്ന വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വർഷവും ആ സമയമാകുമ്പോൾ ഓർത്ത് വീണ്ടും അതേ റെസിപ്പി തന്നെ ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കൂർക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 1/4 കിലോ കൂർക്ക എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂർക്ക കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 1/4 കിലോ കൂർക്ക എടുത്തത്. നിങ്ങൾക്ക് കൂർക്കയുടെ അളവ് കൂട്ടുന്നതനുസരിച്ച് വൻപയറിൻ്റെ അളവിലും വ്യത്യാസം വരുത്താം. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം വേണം. അപ്പോൾ ആദ്യം നമുക്ക് വൻപയർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ വൻപയർ ഓവർനൈറ്റ് സോക്ക് ചെയ്തതല്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ വൻപയർ ആദ്യം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ കൂർക്ക കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ മാറ്റി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. വൻപയർ നമ്മൾ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് കുക്കറിലേക്ക് മാറ്റാൻ പോകുന്നത്. കഴുകി വെച്ചിരുന്ന വൻപയറാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. വൻപയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി തെറിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കാതെ പിന്നീട് ചേർക്കുന്നത്. ഇനി ഇത് നമ്മുടെ കയ്യിലുള്ള പയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് 3-4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. നന്നായി തന്നെ പയർ കുക്കായി വരട്ടെ. ഞാനിപ്പോൾ ഇത് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാൻ പോവാണ്. അതിനുശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ പുതിയ പയർ എടുത്തതാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കുക്കിംഗ് ടൈം എനിക്ക് അറിയില്ല. ഞാനൊരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ വളരെ കുറച്ച് മതി. നമുക്ക് വറവിടാനുള്ള തേങ്ങയാണ് കൂടുതൽ വേണ്ടത്. ഞാൻ പകുതി തേങ്ങയാണ് അരയ്ക്കാൻ എടുത്തിട്ടുള്ളത്, പകുതി വറവിടാനും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, നമ്മുടെ നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. 2 ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട, തരിതരിപ്പായിട്ട് മാത്രം അരച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂർക്കയൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ തേങ്ങ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ട് അരയ്ക്കാന്ന് പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് വെച്ചിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ തേങ്ങ അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല, നമ്മൾ കയ്യിൽ ഇതുപോലെ എടുക്കുമ്പോൾ ചെറിയ തരികളോട് കൂടി കാണാൻ പറ്റുക, ആ രീതിയിലാണ് തരിതരിപ്പായിട്ട് അരയ്ക്കാന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അരപ്പ് മാറ്റി വെച്ചിട്ട് കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു കഴിയുമ്പോൾ കൂർക്ക ചേർത്ത് വേവിക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്, പയർ കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പയറൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ, കുഴഞ്ഞു പോയിട്ടില്ല, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ഉണ്ടല്ലോ, ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വലുപ്പത്തിലാണ് നമ്മൾ കൂർക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ കൂർക്കയ്ക്ക് ആവശ്യമായ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ പുറത്തേക്ക് തെറിക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂർക്കയും കൂടി ചേർക്കുമ്പോൾ അധികം വെള്ളമില്ലല്ലോ, കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. കൂർക്കയും കൂടി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമുള്ളൂ, അതുകൊണ്ട് പുറത്തേക്ക് തെറിക്കില്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തോളൂ. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. കൂർക്ക 1 വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. കൂർക്കയും പയറും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് അരപ്പ് ചേർക്കാനുണ്ടല്ലോ, അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അരപ്പ് ചേർക്കാം. ഞാൻ ഒരുപാട് വെള്ളമുള്ള രീതിയിലല്ല, ചെറിയൊരളവിൽ ഗ്രേവിയുള്ള രീതിയിലാണ് ഈ ഒരു എരിശ്ശേരി റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരണം.
കുക്കറിന് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അരപ്പ് വേഗം ചൂടായി കിട്ടും. ഒരുപാട് തിളച്ച് പോവണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി. ചൂടായി വരുമ്പോൾ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാൻ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്, ഉപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങളെല്ലാം വറുത്തിടാം. സാധാരണ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഈ കൂർക്കയും പയറും ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉടച്ചെടുക്കാതെയാണ് കറിയാക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഉണ്ട് കണ്ടോ. ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അരപ്പ് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ചൂടായി വരും. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തിളച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ തിളക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയുടെയൊക്കെ ആ ഒരു കളർ തന്നെയാണ് വരിക ഈ ഒരു എരിശ്ശേരിക്കും. ടേസ്റ്റിൽ മാത്രം ആ ഒരു മധുരം ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ എരിശ്ശേരിക്കൊക്കെ എരിവായിരിക്കും കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുക. മത്തങ്ങ എരിശ്ശേരിക്ക് ചെറിയൊരു മധുരമായിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിള വരാൻ പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ഒരു 4-5 ഉള്ളി എടുത്ത് വെച്ചിട്ട് അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 4-5 ഉള്ളി മതി, ഒരുപാട് ഉള്ളിയൊന്നും വേണ്ട. കുറച്ച് എരിശ്ശേരിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് ഉള്ളി. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 വറ്റൽമുളകാണ്. പിന്നെ നിങ്ങൾക്ക് ചെറിയ മധുരം വേണം എരിശ്ശേരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പറഞ്ഞോന്നേ ഉള്ളൂ. വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം എന്നുള്ളത്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും. ഈ ഉള്ളി ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ 1.25 കപ്പ് തേങ്ങ എടുത്തിട്ട് പകുതിയെ അരയ്ക്കാനെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി തേങ്ങ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ആ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വറവിട്ടെടുക്കാം. ഉള്ളി വല്ലാതെ ബ്രൗൺ ആവരുത്, അപ്പോൾ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനി തേങ്ങയൊക്കെ കുക്കായി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഉള്ളിയും കൂടി മുരിഞ്ഞ് വന്നോളും. ഇപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. നമ്മൾ മത്തങ്ങ എരിശ്ശേരിയിൽ ചേർക്കുന്ന അത്രയും തേങ്ങ ചേർക്കില്ല കേട്ടോ ഈ എരിശ്ശേരിയിലൊന്നും. ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് കുക്കായി വരട്ടെ, തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ തേങ്ങയിലേക്ക് മാത്രമായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എരിശ്ശേരിക്ക് ഇപ്പോൾ കൂർക്ക വേവിച്ചപ്പോഴും പയർ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഉപ്പ് ചേർക്കുക, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇനി തേങ്ങ ഒന്ന് കുക്കായി കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാണ്. ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ, അതിനുശേഷം കുറച്ചെടുത്ത് മാറ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ചെടുത്ത് മാറ്റുന്നത്. ഒരു 2-3 വറ്റൽമുളകും ഒക്കെ ഒന്ന് ചേർത്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എരിശ്ശേരി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ തിളച്ചു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ സൈഡിലൊക്കെ തിള വന്നു കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടി തിളയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വൻപയർ കൂർക്ക എരിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൂർക്ക കിട്ടുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കൂർക്കയുടെ സീസണൊക്കെ ആയി തുടങ്ങി, എല്ലാ ഷോപ്സിലും കൂർക്കയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വൻപയറും ഉണ്ട്. കുറച്ച് കൂർക്കയും വാങ്ങിക്കുകയാണെങ്കിൽ കൂർക്ക മെഴുക്കുവരട്ടി, കൂർക്ക
തീയൽ, കൂർക്ക തോരൻ, അതുപോലെ തന്നെ കൂർക്കയുടെ പല റെസിപ്പീസ് ചെയ്യാം. ഇതുപോലെയുള്ള ഒഴിച്ചുകറികളും ചെയ്യാം. കൂർക്ക നന്നാക്കി എടുക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇളക്കൽ നിർത്തിയപ്പോൾ ഇതാകണ്ട വീണ്ടും തിളച്ച് തുടങ്ങുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു കറിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ഇത് പുട്ടിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ചോറിൻ്റെ കൂടെ മാത്രമല്ല പുട്ടിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ്സൊക്കെ വളരെ കുറവാണ് നമുക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.